ഹായ് മക്കളെ, ഞാൻ കേരളത്തിലെ ടോപ്പ് ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാണ്. അതിലിപ്പോൾ 50 വയസ്സുള്ള ടോപ്പ് ബ്രാൻഡിൻ്റെ മുതലാളിമാർ മുതൽ ജസ്റ്റ് കോളേജ് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിൻ്റെ ആൾക്കാർ വരെ ഉണ്ട്. അതിൽ ഇന്നലെ എന്താണ് ഒരു വൻ ചർച്ച നടന്നു കരിയറിനെ കുറിച്ച്. അപ്പം അത് കണ്ടപ്പോൾ അത് മൊത്തം വായിച്ചപ്പോൾ എനിക്ക് തോന്നി എന്താണ് അതിൻ്റെ സംഗ്രഹം ഒന്ന് നിങ്ങളെയും കൂടെ അറിയിക്കണം. അതായത് നിങ്ങളിപ്പോൾ +2 പഠിക്കുകയാണ്, നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അതിൽ ചർച്ച വന്നത് എങ്ങനെയാണ്, അതായത് കേരളത്തിൽ പഠിച്ച അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഒന്നും ജോലിയില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞ് കേരളത്തിൽ പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ വേറൊരാളെ പറയാൻ നിങ്ങൾ UK പോയിട്ട് എന്താ കാര്യം, അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം KFCയിലാണ് ജോലി, KFCയിൽ ജോലിക്ക് വേണ്ടിയിട്ട് UK പോകണമെന്ന് ചോദിക്കും. അപ്പോൾ വേറൊരുത്തൻ എന്താണ് UK KFCനെ കൊച്ചിയിലെ KFCനെക്കാളും നല്ലതല്ലേ UK KFCയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരുത്തൻ എന്താണ് ലോൺ എടുത്തിട്ട് UK പോയിട്ട് KFCയിൽ ജോലി. അങ്ങനെ വലിയ വലിയ ചർച്ചയൊക്കെ നടന്നിട്ട് ഏറ്റവും അവസാനം അവരെല്ലാവരും കൂടെ കൺക്ലൂഡ് ചെയ്ത 2 പോയിന്റുകളുണ്ട്. അതായത് ഒരു യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു 22-23 വയസ്സാകുന്ന ഒരാൾക്ക് ഏറ്റവും നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ 2 പ്രധാന ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘടകം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങളൊരു പ്രീമിയം കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാളാണ്. ഒരു പ്രീമിയം കോളേജ് നിങ്ങൾ പഠിച്ചു, അതായത് NIT, IIT അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചിറങ്ങിയാണെങ്കിൽ ഓൾമോസ്റ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സെറ്റാണ്. കാരണം ഒരു IIT പഠിച്ചു കഴിഞ്ഞാൽ അവൻ അത്രക്കും കഷ്ടപ്പെടുന്നത് ലൈഫ് പിന്നെ ദുരിതപൂർവ്വമാവാൻ. അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണെന്ത്, ഈ പ്രീമിയം കോളേജിൽ അഡ്മിഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ്. എസ്പെഷ്യലി കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കോളേജുകൾ വളരെ കുറവേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ NIT ഓരോ സംസ്ഥാനത്തും ഓരോന്നുണ്ട്, IIT ഒരുപാടുണ്ട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആവശ്യത്തിലധികം ഉണ്ട്. പക്ഷേ ഈ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബെറ്റർ കമ്മ്യൂണിറ്റിയിൽ ഉള്ള കോളേജുകളിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ഉണ്ടാവുന്നതാണ് അവരെല്ലാവരും പറയുന്നത്. എന്താ ഈ ഗുഡ് കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം നിങ്ങൾ എന്താ പറയുക BA പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് +2 കഴിഞ്ഞതിന് ശേഷം, അല്ല BSc ഫിസിക്സ് ആണ്. നിങ്ങൾ പലരും എന്താണ് അങ്ങനത്തെ ഡിഗ്രി ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളേക്കാണ് ഏറ്റവും അവസാനം എൻഡപ്പ് ചെയ്യുക. അപ്പം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള, ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ളതാണ് MET ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു ഫറൂഖ് കോളേജ്, അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ദ ഹിന്ദു കോളേജിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം BA പൊളിറ്റിക്കൽ സയൻസ് എടുക്കാം. അപ്പം ഈ 3 ഇടത്തുനിന്ന് നിങ്ങൾ അവസാനം പഠിച്ചിറങ്ങുമ്പം നിങ്ങൾക്ക് ഈ സെയിം ഡിഗ്രിയാണ് കിട്ടുന്നത് ആൻഡ് പഠിക്കുന്ന ടോപ്പിക്ക് ഓൾമോസ്റ്റ് സെയിം ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിച്ച ആൾക്കാർക്ക് ഒരു ബെറ്റർ കരിയറിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നാമത്തെ നിങ്ങളെ സർട്ടിഫിക്കറ്റിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ടാവും എന്നതിനേക്കാൾ ഉപരി എന്താണ് അവിടുത്തെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ ബിലോങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നിലവാരം എന്താണ് ഒരുപാട് മാറും. ഇത് സെയിം കാര്യമാണ് എന്ത് ഇപ്പം കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഏറ്റവും ടോപ്പായിട്ടുള്ള CET ഉണ്ട്, പിന്നെ TKM ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ്. ഇതൊക്കെ എന്താണ് ഒരൊറ്റ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് KTU. എല്ലാവരും ഒരേ ടെക്സ്റ്റ് ബുക്ക്, ഒരേ സിലബസാണ് പഠിക്കുന്നത്, ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരേ പരീക്ഷയാണ് എഴുതുകയും ചെയ്യുന്നത്. KTUയുടെ ഫസ്റ്റ് ഇയർ എക്സാം കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ഒരുമിച്ച് നടക്കുക. പക്ഷേ ഏറ്റവും അവസാനം എന്തായിരിക്കും ഈ CETയിലും TKMലും പഠിച്ച ആൾക്കാർക്ക് എന്താ ബെറ്റർ ജോലി കിട്ടും, അല്ലെങ്കിൽ ബെറ്റർ എംപ്ലോയബിലിറ്റി കിട്ടും. ചിലപ്പോൾ മാർക്ക് എന്തായിരിക്കും ഈ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പയ്യനെ കൂടുതലുണ്ടാവും, GPA കൂടുതലുണ്ടാവാം. പക്ഷെ അവിടെ എന്താണ് ആൾക്കാർ ആസ് എൻ എംപ്ലോയേഴ്സ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ബിലോങ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അടിപൊളിയാണെന്നുള്ളതാണ്. ഞാൻ ആ അടിപൊളി ആകുമ്പം താനേ നിങ്ങൾ അടിപൊളി ആയിക്കോളൂ. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും അല്ലേ, ചിലപ്പോൾ എന്താണ് നല്ലൊരു ഗ്രൂപ്പ്, അതായത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, നമ്മൾ ദ ആവറേജ് ഓഫ് ബെസ്റ്റ് ആൻഡ് ദ 5 ബെസ്റ്റ് പീപ്പിൾ അറൗണ്ട് എന്നാണ്. അതായത് അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് പാളിപ്പോയിട്ടുണ്ട്. നമ്മളെ ഏറ്റവും അടുത്ത 5 ആൾക്കാരുടെ ആവറേജ് ആയിരിക്കും നമ്മുടെ ക്യാരക്ടറും നമ്മുടെ കേപ്പബിലിറ്റി എന്നാണ്. അത് വളരെ ശരിയല്ലേ. അതായത് ഒരു IITയിൽ പഠിക്കുന്ന കുട്ടിക്ക് ടോപ്പ് ആൾക്കാരുടെ ഒരു ആവറേജിൽ അവന് കിട്ടാൻ പറ്റും. അപ്പം ആ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ബെറ്റർ കമ്മ്യൂണിറ്റീസ് കിട്ടുന്ന, അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഭയങ്കരമായിട്ടുള്ള ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇല്ലെങ്കിലും നല്ല ആൾക്കാർ പഠിക്കുന്ന കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് കരിയർ ഓൾമോസ്റ്റ് സെറ്റായിരിക്കും. ഇതിന് പലരും പറയുന്നുണ്ട്, ഞാൻ ഇപ്പം 10,000 20,000 ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടേഴ്സൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അവരൊക്കെ പറയുന്ന കേസ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാറുണ്ട്, കുറച്ചും കൂടെ ബെറ്ററായിട്ട് അവർ പെർഫോം ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങളത് അവിടെ പ്രിഫർ ചെയ്യാറുണ്ട് എന്നുള്ളത്. ഇനി എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാത്തതാണോ? അതായത് NITയിലോ IITയിലോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചാൽ ലൈഫ് സെറ്റാണെന്നോ, അല്ലെങ്കിൽ എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ അല്ലെ എഞ്ചിനീയറിംഗ് ആണ് കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സെറ്റായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ചോയ്സ് എടുക്കാൻ ഇനി ഒരു 2 മാസം കൂടിയേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും പലരും എന്തല്ല അതിൻ്റെ സീരിയസ്നെസ്സിലേക്ക് എത്തിയിട്ടില്ല അല്ലേ.
അതായത് ഒരു MBBS സീറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് സാലറി, ആവശ്യത്തിന് റെസ്പെക്റ്റ്, എല്ലാം കൊണ്ട് ലൈഫ് സെറ്റാണെന്നറിയാം. പക്ഷേ ഇപ്പോഴും എന്താണ്, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. നമുക്ക് എന്തെങ്കിലും +2 കഴിയട്ടെ, എന്നിട്ട് നീറ്റൊന്ന് എഴുതട്ടെ, എന്നിട്ട് റിസൾട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആലോചിക്കാം എവിടെ റിപ്പീറ്റ് ചെയ്യണം. ആ ഒരു മോഡിലേക്കല്ലേ നിങ്ങൾ എത്തിയുള്ളൂ. പക്ഷേ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 2 മാസം ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് പ്രൊയാക്റ്റീവായിട്ട് നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും 27-28 വയസ്സടിക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് വെറുതെ റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല. അന്ന് മര്യാദയ്ക്ക് ചെയ്താൽ മതിയായിരുന്നു, അന്ന് വെറുതെ കളിച്ച് നടന്നത് പറ്റിപ്പോയി എന്നുള്ള മോഡിലേക്ക് നിങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. ആലോചിച്ച് നോക്ക്, മോഡൽ എക്സാം ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മോഡൽ എക്സാം നടന്നിട്ടുണ്ടാകും, കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞൊരു ഫൈനലും കൂടെ കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് +1 +2 കഴിഞ്ഞു, ഇനി ഒന്ന് റിലാക്സ്ഡ് ആവാം എന്നുള്ള ചിന്തയല്ലേ നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർക്കും. അങ്ങനെയാണോ വേണ്ടത്? ഇപ്പം ഒരു നീറ്റ് ആസ്പിരൻറ്റിൻ്റെ അല്ലെങ്കിൽ CUETയുടെ കേസ് ഏറ്റവും ആദ്യം എടുക്കാം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കേസാണ്. ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. ആൻഡ് CUETയുടെ കേസിൽ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വെറും +2 സിലബസ് മാത്രമാണ് എന്തുള്ളത് നിങ്ങൾ CUET എക്സാമിനുള്ളത്. പിന്നെ അതേപോലെ നീറ്റും JEE ഒക്കെ പോലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അല്ലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നിർബന്ധമായിട്ടും +1 +2 പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫിസിക്സിലാണ് താല്പര്യമെങ്കിൽ ഫിസിക്സും വേറെ എന്താണ് ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡും മാത്രം എഴുതിയാൽ മതിയായിരിക്കും. അപ്പം നിങ്ങൾ +2 ഫിസിക്സ് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിൽ അടുത്ത 1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് ഫുള്ള് സെറ്റാക്കാൻ പറ്റുന്ന കാര്യമാണ് CUET. അതിപ്പം കൊമേഴ്സുകാരായിക്കോട്ടെ ഹ്യൂമാനിറ്റീസുകാരായിക്കോട്ടെ. അതായത് പൊതുവേ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനോടൊക്കെ സംസാരിക്കും കുറേ ആൾക്കാർക്ക് ഞങ്ങൾ അത്ര അടിപൊളിയൊന്നും അല്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും അല്ലേ, നിങ്ങൾക്കും ചിലപ്പോൾ അത് ഉണ്ടാവാറില്ലേ. പക്ഷെ അതൊക്കെ മാറ്റി ഈ 1.5 മാസം എന്താണ് നിങ്ങൾ CUET ഒരു ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എത്തും. അപ്പം നമ്മുടെ സൂര്യ തേജസ് ഇന്നലെ എനിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്താ പറയുക നമ്മുടെ സ്പീക്കർ ഷംസീറിനെ ആയിട്ട് കുറേ നേരം സംസാരിക്കുന്നത്. അതൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എന്തുകൊണ്ടാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്നതുകൊണ്ടാണ്. അപ്പം ആ ഒരു മോഡിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാറണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം. +2 കഴിഞ്ഞിട്ട് ഒന്ന് ചില്ലാക്കുക എന്നുള്ളതിനേക്കാളും നല്ലത് നിങ്ങൾ CUET കഴിഞ്ഞിട്ട് ചില്ലാക്കാൻ നോക്കിയാൽ മതി. അല്ലെ ആ ടോപ്പ് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ലൈഫ്, അടിപൊളിയായിരിക്കും. ഞാൻ NITയിലാണ് പഠിച്ചത്, എനിക്കറിയാം. ഞങ്ങളൊക്കെ ഇന്നലെ നമ്മളെ കുറച്ച് ജൂനിയേഴ്സ് കണ്ട് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ആ ഗേറ്റ് അങ്ങ് കടന്നാൽ പിന്നെ വേറൊരു ലോകമായിരുന്നു അല്ലേ എന്നൊക്കെ. അപ്പോൾ അതേ ക്യാമ്പസുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും എയിംസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം. ആർട്സ് ആൻഡ് സയൻസ് ആണ് നിങ്ങൾ ലക്ഷ്യമുള്ളെങ്കിൽ ഉറപ്പായിട്ടും CUETക്ക് ക്രാഷിന് ജോയിൻ ചെയ്തിരിക്കണമെന്നും മാത്രമല്ല നിങ്ങൾ എന്തായിരിക്കണം, അതിനു വേണ്ടി പഠിച്ചിരിക്കണം. ഇത്രയും കാലം ഉഴപ്പിയതൊന്നും നോക്കണ്ട, ഇനി അങ്ങോട്ട് നിങ്ങൾ സീരിയസ് ആയി പഠിക്കണം. ഇനിയിപ്പം നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ കുറേ കുട്ടികൾ സാർ എന്തായാലും ഞാൻ ബോർഡ് എക്സാമിനെ പഠിച്ചിട്ടുള്ളൂ, ഇനി എന്തായാലും ഈ നീറ്റ് മെയിൽ നടക്കുന്ന നീറ്റ് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ചിലപ്പം എജ്യൂപോർട്ട് തന്നെ ജോയിനും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ക്രാഷ് ഒന്നും എടുക്കില്ല, കിട്ടൂല സാറേ. എടാ, നിങ്ങളെ നീറ്റ് ജേണി ആരംഭിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ ആയിരിക്കണം. കാരണം ഒരു മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതായത് ബോർഡ് എക്സാമും നീറ്റും തമ്മിൽ നല്ല ലെവൽ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ലേ. അപ്പം ഡയറക്റ്റ് ആ പ്രഷർ സിറ്റുവേഷനിലേക്ക് പോകണോ, അല്ലെങ്കിൽ ആ ലെവൽ അപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഈ നീറ്റിൻ്റെ ക്രാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ. അതായത് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ +1ലും +2ലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്രാഷും കൂടെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അങ്ങ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് ചാടിക്കിടക്കാൻ പറ്റും. അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നീറ്റിൻ്റെ പ്രിപ്പറേഷൻ റിപ്പീറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്രാഷ് മുതലാണ്. ഏത് ടീച്ചേഴ്സിനോട് ആരോടും നിങ്ങൾ ചോദിച്ചു നോക്ക്, കിട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറാൻ പറ്റും. ബോർഡ് ലെവലിൽ നിന്നും കുറച്ചും കൂടെ ഡെപ്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതേപോലെ തന്നെ എന്താണ്, ഒരുപാട് നേരം ഇരുന്ന് പഠിക്കാൻ പറ്റും, ഹെക്റ്റിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആലോചിച്ച് തുടങ്ങാൻ പറ്റും. ഇതൊക്കെ സെറ്റായിട്ടാണ് നിങ്ങളെ റിപ്പീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും വൻ മാറ്റങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് ക്രാഷ് അല്ലേ, കിട്ടൂലല്ലോ, ഒരു മാസം കൂടെ ചില്ലാവട്ടെ എന്ന് കരുതരുത്. കാരണം അത് ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങൾ ഒരു വർഷത്തെ മുഴുവൻ എഫേർട്ടും ഇല്ലാതാക്കും. അത്രയും കോമ്പറ്റീറ്റീവ് ആവില്ലേ. ഇനി കീമിൻ്റെ കേസിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കേസാണ്. ഇനി ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ ടോപ്പ് 5 or 6 എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ തന്നെ കിട്ടും. ആൻഡ് അതും നിങ്ങൾ മിസ്സാക്കരുത്. അതായത് ബെസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഗ്രൂപ്പിലൊക്കെ ഉള്ള ടെക്കിലെ ഒരുപാട് ആൾക്കാരെന്താണ് ഈ കോളേജിൽ നിന്നൊക്കെ വന്ന TKM CET എന്നൊക്കെ പഠിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. സോ അവിടെയും എന്താണ് നിങ്ങൾ എന്താണ് ഉഴപ്പിപ്പോരുത്. കാരണം ഇത്രയേ ഉള്ളൂ,
ഈ 2 മാസം കൊണ്ട് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? 27, 28 വയസ്സുള്ള നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ഫോൺ ഉപയോഗിക്കണം, ഏത് കാറിൽ യാത്ര ചെയ്യണം, കാറിലാണോ ബസ്സിലാണോ ഓട്ടോയിലാണോ ഏത് യാത്ര ചെയ്യണം നടക്കാൻ തീരുമാനിക്കാൻ പോകുന്നത് എന്താ? ഈ 2 മാസം. അപ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് ആലോചിക്കുക. നിങ്ങളെ പാരൻസിനും പറ്റുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ 3 കോഴ്സുകൾക്കും CUET ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, അതിനെന്തുണ്ട്, എഡ്യൂപോർട്ടിന് ക്രാഷ് കോഴ്സ് ഉണ്ടെന്നും മാത്രമല്ല വിത്ത് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പഠിക്കാൻ പറ്റും. ആ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓഫ്ലൈൻ ആയിട്ടുണ്ട്, ഓൺലൈൻ ആയിട്ടുണ്ട്. ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഞാൻ താഴെ ഒരു ഫോം തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ആൻഡ് എഡ്യൂപോർട്ടൽ എവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിലും ആ ഒരു ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ആ 1.5 മാസം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് സെറ്റിലാവാൻ പറ്റണം. കാരണം അത്രക്കും സീറ്റുകൾ ഈ 3 നോക്കുകയാണെങ്കിൽ അത്രക്കും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അതെന്ത് ചെയ്യരുത്, നിങ്ങൾ നഷ്ടമാക്കരുത്. പാരൻസിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യുക, ഒരു തീരുമാനം എടുക്കുക. ഒരു പക്ഷേ എന്തായിരിക്കും, നിങ്ങൾക്കിപ്പോൾ ആ ഒരു ജോളി മൂഡിൽ നിങ്ങൾക്ക് വേണ്ട, എന്നാലും സാരല്ല എടുക്കേണ്ടെന്ന് വിചാരിക്കും, നാട്ടിൽ തന്നെ പഠിച്ചാൽ പോരെ എന്നൊക്കെ തോന്നും. പക്ഷേ പാരൻസിന് കുറച്ചും കൂടെ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ എന്ത് ചെയ്തുതരും, നിങ്ങളെ ഗൈഡ് ചെയ്ത് തരാൻ റെഡി ആയിരിക്കും. സോ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, അവർക്കും കൂടെ ഷെയർ ചെയ്യുക, ആലോചിക്കുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ശരി, കാണാം.